Hello, hi. Welcome to the Discuss Point. House of the Dragon സീസൺ 3 എപ്പിസോഡ് 3 ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസ് ആയിട്ടുണ്ട്. ഞാൻ എപ്പിസോഡ് കണ്ടു. ഈ വീഡിയോയിൽ ആ എപ്പിസോഡിനെ കുറിച്ച് സംസാരിക്കാന്നാണ് വിചാരിക്കുന്നത്. സീസൺ 3 എപ്പിസോഡ് 3യുടെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ സ്പോയിലേഴ്സ് ഉണ്ടാവും. ആരെങ്കിലും എപ്പിസോഡ് കാണാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എപ്പിസോഡ് കണ്ടിട്ട് മാത്രമേ ഈ വീഡിയോ കാണുക. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എപ്പിസോഡ് 3യുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഡെയ്മൺ ടാർഗേറിയൻ ഓർമൺ ഹൈടവറിനെയും അദ്ദേഹത്തിന്റെ ആർമി 15,000 മെന്നെയും കാണാൻ വന്നിട്ടുള്ളതായിട്ടാണ്. ഡെയ്മൺ ടാർഗേറിയന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഡ്രാഗൺ ആയിട്ടുള്ള കറാക്സിസ്, ഹ്യൂ ഹാമർ അദ്ദേഹത്തിന്റെ ഡ്രാഗൺ ആയിട്ടുള്ള വെർമിത്തോർ, കൂടാതെ ഉൾഫ് വൈറ്റ് അദ്ദേഹത്തിന്റെ ഡ്രാഗൺ ആയിട്ടുള്ള സിൽവർ വിങ്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ഓർമൺ ഹൈടവർ ഉണ്ട്, അദ്ദേഹത്തിന്റെ ആർമി 15,000 മെൻ ഉണ്ട്. കൂടെ ഡെറിൻ ടാർഗേറിയന്റെ ഡ്രാഗൺ ആയിട്ടുള്ള ടെസേറിയനും കാണിക്കുന്നുണ്ട്. ഈ സീനിൽ പിന്നെ കാണിക്കുന്നത് ഡെയ്മൺ ഓർമൺ ഹൈടവറിനോട് പറയുന്നുണ്ട്, കിങ്സ് ലാൻഡിംഗ് റെനേറ ക്ലെയിം ചെയ്തു, യുദ്ധം കഴിഞ്ഞു, റെനേറോട് നിങ്ങളുടെ ലോയൽറ്റി പ്ലെഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാന്ന് പറയുന്നുണ്ട്. അന്നേരം ഓർമൺ ഹൈടവർ പറയുന്നുണ്ട്, ഓക്കെ ഞങ്ങൾ റൂമർ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ എങ്ങനെയാണെന്ന് വിശ്വസിക്കാന്ന് ചോദിക്കുമ്പോൾ ഡെയ്മൺ ഓട്ടോ ഹൈടവറിനെ കൊന്ന കാര്യവും അതുപോലെ ഹൈടവർ ഗാർഡ്സിനെ കൊന്ന കാര്യമൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ആൻഡ് അതുകൂടാതെ തന്നെ ഓർമൺ ഹൈടവറും അദ്ദേഹത്തിന്റെ ആർമി തിരിച്ചു പോവുക മാത്രമല്ല, അദ്ദേഹത്തിന്റെ കൂടെ ഡെറിൻ ടാർഗേറിയന്റെ ഡ്രാഗണിനെയും ഡെയ്മൺ ടാർഗേറിയന്റെ കൂടെ പറഞ്ഞു വിടാൻ പറയുന്നുണ്ട്. അതിൽ ഓർമൺ ഹൈടവർ കുറച്ച് ഹെസിറ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഡെയ്മൺ ടാർഗേറിയന്റെ കൂടെ പറഞ്ഞു വിടും. ആക്ച്വലി ഡെറിൻ ടാർഗേറിയനെ ചെറുപ്പത്തിൽ തന്നെ ഓൾഡ് ടൗണിലേക്ക് പറഞ്ഞു വിട്ടിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഡെറിൻ ടാർഗേറിയനെ ഇതുവരെ കണ്ടിട്ടില്ല. സോ ഡെയ്മൺ ടാർഗേറിയൻ ഫസ്റ്റ് ഡെറിൻ ടാർഗേറിയനെ മീറ്റ് ചെയ്യുമ്പോൾ തന്നെ വെൽ മെറ്റ് ന്യൂഫ്യൂ എന്നാണ് പറയുന്നത്. ഈ സീനിൽ നേരെ ക്യാമറ ഡെയ്മന്റെയും ഡെറിന്റെയും ഫോക്കസ് മാറി നേരെ ഓർമൺ ഹൈടവറിന്റെ ഫേസിലേക്ക് ഫോക്കസ് ചെയ്ത് അവിടുന്ന് ഇൻട്രോയുടെ ബീറ്റ് ഇങ്ങനെ കയറി വരുന്നുണ്ട്. അത് നല്ല രസമുണ്ടായിരുന്നു. നിങ്ങൾ ഓൾറെഡി എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും കൂടെ റീവാച്ച് ചെയ്തൊക്കെ നന്നാവും. ഞാൻ യൂഷ്വലി ഈ ഇൻട്രോ സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. മേ ബി മുമ്പുള്ള എപ്പിസോഡുകളിലെല്ലാം ഇങ്ങനെ തന്നെ ആയിരിക്കും, പക്ഷെ ഞാൻ ഇപ്പോഴാണ് നോട്ടീസ് ചെയ്യണേ. ആൻഡ് ഇറ്റ്സ് റിയലി ഗുഡ് ദാറ്റ് ആ സീനിന്റെ ഇന്റൻസിറ്റി ശരിക്കും ആ ബീറ്റിലൂടെ കയറി നേരെ ഇൻട്രോ ആയിട്ട് വരുന്നത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഈ സീനിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഈ എപ്പിസോഡിന്റെ ക്ലോസിംഗ് സീനിലും കണ്ടിന്യൂ ചെയ്യുന്നത്. അത് നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യുന്ന സമയത്ത് അതിനെ കുറിച്ച് പറയാം. എന്നിട്ട് ഈ വീഡിയോ എൻഡ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഇൻട്രോ ആയിട്ടുള്ള ഫസ്റ്റ് സീനിൽ കാണിക്കുന്നത് റെനേറയാണ്. റെനേറ പറയുന്നുണ്ട് എയർ ഈസ് തിക്ക് വിത്ത് ഗോസ്. പിന്നെ ഞാൻ ചെറുതായിരിക്കുമ്പം ഇവിടെ വിസേരിസിന്റെ അടുത്ത് മ്യൂസിക് ഇൻസ്ട്രുമെന്റ് പേര് പറയുന്നുണ്ട്, അത് വായിക്കാൻ വന്നിട്ടുണ്ട്, ഹാപ്പി മെമ്മറീസ് ആണുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ മേ ബി ഇത് ഇവിടെ ആ ഹൗസിലെ വിസേരിയസ് അതേപോലെ കിങ് യൂസ് ചെയ്ത ബെഡ്റൂം ആവാനാണ് ചാൻസ്. സോ വിസേരിയസ് മരിച്ചതിന് ശേഷം ഇവിടുന്ന് ഡ്രാഗൺ സ്റ്റോണിലേക്ക് പോയതാണ് റെനേറ. അതിന് ശേഷം തിരിച്ചു വരുന്നത് ഇപ്പോഴാണ്. സോ അതിന്റെ ഒരു നൊസ്റ്റാൾജിയ ആയിരിക്കും ആ സീനിലൂടെ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവാം. ആൻഡ് അന്നേരം ഈ നൊസ്റ്റാൾജിയെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഡെയ്മൺ പറയുന്നുണ്ട് ഓർമൺ ഹൈടവർ സറണ്ടർ ചെയ്തു, ഡെറിൻ ടാർഗേറിയനെ കൊന്നു കളയണം, കാരണം ഏഗോണും എയ്മണ്ടും കഴിഞ്ഞാൽ അടുത്തത് കിരീടാവകാശി അവനാണ്. ഈ ടാർഗേറിയൻസിന്റെ രീതി വെച്ചിട്ട് അവിടെ സ്ത്രീകളെ രാജാവായി വാഴിക്കാറില്ല. അതുകൊണ്ടാണല്ലോ ഫസ്റ്റ് സീസണിൽ കണ്ടിട്ടുണ്ട് ശരിക്കും ക്യൂൻ ആവേണ്ടിയിരുന്ന ദ ക്യൂൻ ഹൂ നെവർ വാസ് അല്ല, അതിന് പകരം വിസേരിയസിനെയാണ് അവര് രാജാവാക്കിയത്. അത് വിസേരിയസ് ഒരു ആണാണെന്നുള്ള കാരണം കൊണ്ടാണല്ലോ. സോ അതുകൊണ്ട് ഹെലീന അല്ല അടുത്ത കിരീടാവകാശി ആയിട്ട് വരിക. എന്തായാലും അടുത്ത ആൺകുട്ടിയായിട്ടുള്ള ആലിസന്റെ ഡെറിനാണ്. സോ ഡെറിനെ കൊന്നു കളയണം എന്ന് ഡെയ്മൺ പറയുന്നുണ്ട്. ബാക്കി സീനുകളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ എപ്പിസോഡിന്റെ ഒരു മെയിൻ പ്ലോട്ട് എന്താന്ന് പറയാം. ഈ എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് റെനേറയുടെ സ്ട്രഗിൾസ് ആണ്. ഇത്രയും കാലം ഡ്രാഗൺ സ്റ്റോണിൽ അവിടുത്തെ കൗൺസിലിനെ മാത്രം ഹാൻഡിൽ ചെയ്താൽ മതിയായിരുന്നു, പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഒരു റൂളർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഓൾറെഡി ഗ്രീൻസ് അവിടുന്ന് അവരുടെ വെൽത്തിന്റെ ഭാഗമായിട്ടുള്ള ഗോൾഡ് മൊത്തം അവിടുന്ന് മാറ്റിയിട്ടുണ്ട്. ടൈലാൻഡ് ലാനിസ്റ്റർ പറഞ്ഞത് പ്രകാരം അവിടുന്ന് ഗോൾഡ്സ് മൊത്തം മാറ്റിയിട്ടുണ്ട്. സോ അവർക്ക് ഖജനാവിലും ഒന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് ഓർമ്മ ഉണ്ടാവും ലാസ്റ്റ് സീസണുകളിലായിട്ട് ഈ ഏഗോൺ അവിടെ ഉണ്ടായിരുന്ന റാറ്റ് കാച്ചസിനെ മൊത്തം പിടിച്ച് ഹാങ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ റാറ്റ് കാച്ചസിനെ പിടിക്കാൻ ആളില്ലാത്തതുകൊണ്ട് കൊട്ടാരത്തിൽ നല്ല എലിശല്യമുണ്ട്. എന്നിട്ട് ഇതിലൊരു സെർവന്റ് വന്ന് പറയുന്നുണ്ട് കൊട്ടാരത്തിലെ ക്യാൻഡിലെ വലിയൊരു പോർഷനും എലി തിന്നു, വൈകാതെ നമ്മളൊക്കെ ഇരുട്ടിലാവും, സോ അതിന് വേറെ സപ്ലൈ കണ്ടെത്തിയേ പറ്റുള്ളൂ. ഓൾറെഡി അവിടെ ഖജനാവിൽ കാശില്ല. ലോർഡ് കോർലിസ് വലറിയൻ പറയുന്നുണ്ട് നമ്മൾ ഡ്രാഗൺ സ്റ്റോണിലുള്ള ഗോൾഡ് കൂടെ അങ്ങോട്ട് മേ ബി 1 or 2 weeks നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. റെനീറയ്ക്ക് കോർണേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സെറമണി നടത്തുന്നുണ്ട്. കോർണേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജാവിനെയോ അല്ലെങ്കിൽ ക്യൂവിനെയോ ക്രൗൺ ചെയ്യുന്ന പരിപാടിയാണ്. സോ അത് നടത്തിയാലേ ഉള്ളൂ അവിടെയുള്ള ജനങ്ങൾക്ക് മൊത്തം റെനീറയാണ് അവരുടെ പുതിയ ഭരണാധികാരി എന്ന് അറിയിക്കാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി കോർണേഷൻ നടത്തണം എന്ന് പറയുമ്പോൾ അതിനുള്ള വെൽത്ത് നമ്മുടെ കയ്യിലില്ല എന്ന് പറയുന്നുണ്ട്. ഇവിടെ വേറൊരു കാര്യം കൂടെ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. റെനീറയുടെ ഇപ്പോഴത്തെ കൗൺസിലിൽ ഉള്ളത് ഡെയ്മൺ ടാർഗേറിയനും മിസേറിയും അതേപോലെ തന്നെ ലോർഡ് കോർലിസ് വെലാറിയനുമാണ്. ആൻഡ് ഡ്രാഗൺ സ്റ്റോണിൽ ഉണ്ടായിരുന്ന റെനീറയുടെ കൗൺസിലിനെ റെനീറ ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ലെന്ന് പറയുന്നുണ്ട്. ജെസേരിയസിന്റെ മരണത്തിന് കാരണം
അവരെല്ലാം കൂടെ ചേർന്നിട്ട് ആണ് റെനീറെ ആ റൂമിൽ അടച്ചിട്ടത് പുറത്ത് വിടാണ്ടിരുന്നത് എന്ന് ഒക്കെയുള്ള ചിന്ത കൊണ്ടാവാം അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാതെ. പിന്നെ അതുപോലെ തന്നെ റെനീറയുടെ കിങ്സ് ഗാർഡ് ആയിട്ട് ഇപ്പൊ ഉള്ളത് സർ ലൂത്തർ ലാർഗന്റ് ആണ്. പുള്ളിയാണ് ഗോൾഡ് ക്ലോക്കിന്റെ കമാൻഡർ. നമ്മളിപ്പോ പുതിയൊരു ജോലിക്ക് കയറിയ അവസ്ഥയാണ് റെനീറയ്ക്ക്. ഓൾറെഡി അവിടെ വെൽത്ത് സ്റ്റോളൺ ആയിട്ടുണ്ട്, അതുപോലെ തന്നെ റാറ്റ് പ്രോബ്ലം ഉണ്ട്. പിന്നെ നമുക്ക് ഈ സീൻസിലൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റുന്നതാണ് അവിടെ ഉണ്ടായിരുന്ന റീൻസിന്റെ സിംബൽസ് ആയിട്ടുള്ള ഫ്ലാഗ്സും അതേപോലെ കേർട്ടൻസ് ഒക്കെ മാറ്റിയിട്ട് അവര് ബ്ലാക്സിന്റെ സിംബൽസും തുണിക്കഷ്ണങ്ങളും അവിടെ വെക്കുന്നുണ്ട്. പിന്നെ ഈ സീൻ തന്നെ റെനീറ പറയുന്നുണ്ട് സെൻഡ് എ ലെറ്റർ ടു ദി കാസ്ലി റോക്ക് എന്ന്. ഈ കാസ്ലി റോക്കിലാണ് ടൈലൻഡ് ലാനിസ്റ്ററിന്റെ വൈഫ് ജൊഹാനി ഇരിക്കുന്നത്. സോ ജൊഹാനയ്ക്ക് അറിയാൻ മതിയാവും ചിലപ്പോൾ ഈ ഗോൾഡ് എവിടെയും ടൈലൻഡ് ലാനിസ്റ്റർ വെച്ചിരിക്കുന്നതെന്ന്. ഈ ടൈലൻഡ് ലാനിസ്റ്റർ ബാറ്റിൽ ഓഫ് ഗള്ളറ്റിൽ ലോമാറിന്റെ കൂടെ ഉണ്ടായിരുന്നു. ലോമാർ ടൈലൻഡ് ലാനിസ്റ്ററിനെ പിടിച്ച് കടലിലേക്ക് എറിയുന്നുണ്ട്. സോ പുള്ളി മരിച്ചിട്ടുണ്ടോ ജീവിച്ചിട്ടുണ്ടോ എന്ന് ആർക്കും അറിയുന്നില്ല. പിന്നെ ഈ എപ്പിസോഡിലുള്ള ആലിസന്റും റെനീറയായിട്ട് ഇന്ററാക്ഷൻസ് പറഞ്ഞു പോകാന്നാണ് വിചാരിക്കുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സീനിന് തൊട്ട് അടുത്ത സീനിലായിട്ട് ആലിസന്റിനെ പോയി മീറ്റ് ചെയ്യുന്നുണ്ട് റെനീറ. ആലിസന്റ് ആക്ച്വലി ഇപ്പം അവിടെ തടവിലെന്ന് മീൻസ് ജയിലിലല്ല, നമ്മൾ ഹൗസ് കസ്റ്റഡി എന്നൊക്കെ പറയാം, അതുപോലുള്ള ഒരു സെറ്റപ്പാണ്. എലീനെ ചോദിക്കുന്നുണ്ട് റെനീറ അഗ്രി ചെയ്താണല്ലോ ഞങ്ങളെ വെറുതെ വിടുന്നുള്ള കാര്യം. അതിന് ഉത്തരമായിട്ട് റെനീറ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എയ്മണ്ടും എയ്ഗോണിനെയും കണ്ടെത്തി കൊന്നുകളഞ്ഞാലേ ഉള്ളൂ നിങ്ങളെ വിടാൻ പറ്റുള്ളൂ, കാരണം അവരിപ്പോഴും ത്രോണിന് ഒരു ഭീഷണിയാണ്. സോ അതുവരെ വെയിറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ കുറച്ച് ഇമോഷണൽ എക്സ്ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട് ആലിസന്റും റെനീറയും തമ്മിൽ. എയ്ഗോണിന്റെ കാര്യത്തിൽ ആലിസന്റ് പറയുന്നത് വെച്ചാൽ എയ്ഗോൺ ഇഞ്ചേർഡ് ആണ് ബാറ്റിൽ ഓഫ് ഉക്രൂസിന് ശേഷം. സോ എയ്ഗോണിനെ കണ്ടാലും തിരിച്ചറിയൊന്നുമില്ല. ഇനി ഏഗോൺ എങ്ങാനും തിരിച്ചു വന്നാൽ തന്നെ അത് ഏഗോൺ അല്ല, ഏഗോൺ ആണെന്ന് പറയുന്നത് ഇമ്പോസ്റ്റർ ആണെന്ന് പറഞ്ഞാൽ മതി. അതുകൊണ്ട് ഏഗോൺ മരിച്ചെന്ന് പറഞ്ഞ ആളുകൾ വിശ്വസിക്കും എന്ന് റെനീറയോട് ആലിസന്റ് പറയുന്നുണ്ട്. പിന്നെ ഒരു സീനില് ഒരു പ്രീസ്റ്റിനെ പോലെ തോന്നിക്കുന്ന ഒരാളെ റെനീറ സമ്മൻ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. പുള്ളിയാണ് ഹൈസെപ്റ്റൻ. ഈ ഹൈസെപ്റ്റൻ നമ്മൾ മുമ്പത്തെ സീസണിൽ കണ്ടിട്ടുണ്ട്. ഇദ്ദേഹമാണ് ഏഗോണിനെ ഒഫീഷ്യലി റിലീജിയസ് റിച്വലൊക്കെ ചെയ്തിട്ട് കിങ് ആണെന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഓൾറെഡി കോർണേഷൻ ചെയ്യാനുള്ള വെൽത്ത് ഇപ്പം റെനീറയുടെ കയ്യിലില്ല. സോ ഈ ഒരു റിലീജിയസ് റിച്വൽ ചെയ്തിട്ടെങ്കിലും ആളുകളുടെ ഇടയിൽ ഒഫീഷ്യലി റെനീറയാണ് അടുത്ത റൂളർ എന്ന് പറയാമല്ലോ എന്നുള്ള ഒരു ഓപ്ഷൻ ആയിട്ടായിരിക്കും പുള്ളീനെ സമ്മൺ ചെയ്തിട്ടുള്ളത്. പുള്ളി അതിന് സമ്മതിക്കില്ല. കാരണം പുള്ളി പറയുന്നുണ്ട് മുമ്പ് ഞാൻ എയ്ഗോണിനെ ഇതുപോലെ തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആൻഡ് എയ്ഗോൺ ഇപ്പോഴും കിങ് അല്ലേ, പിന്നെ എങ്ങനെയാണ് പുതിയൊരാളെ അനൗൺസ് ചെയ്യാന്ന് ചോദിക്കുമ്പോൾ റെനീറ പറയുന്നുണ്ട് എയ്ഗോൺ മരിച്ചു പോയെന്ന് പറയുന്നുണ്ട്. സോ അതിന് മറുപടി പുള്ളി പറയുന്നത് എയ്ഗോൺ മരിച്ചിട്ടുണ്ട്, എയ്ഗോണിന്റെ റിമൈൻസ് ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല, സോ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി അത് റിഫ്യൂസ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. സോ റെനീറയ്ക്ക് എങ്ങനെയും കിങ്സ് ലാൻഡിംഗ് പിടിച്ചെടുത്തെങ്കിൽ കൂടി ആളുകളുടെ മുന്നിൽ ഒഫീഷ്യലായിട്ട് റൂളറായിട്ട് അവതരിച്ചിട്ടില്ലല്ലോ. സോ അതിന് ആ ഒരു വാലിഡേഷൻ എങ്ങനെയും ചെയ്യണമെന്നുണ്ട്. സോ അതിനുള്ള വഴികൾ തിരഞ്ഞെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിന്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുതിയ ജോലിക്ക് കയറിയപ്പോൾ ഉണ്ടായിട്ടുള്ള അവിടുത്തെ പെൻഡിങ് വർക്ക്സും പറഞ്ഞല്ലോ, റാറ്റ് പ്രോബ്ലം, വെൽത്ത് പ്രോബ്ലം. പിന്നെ അത് മാത്രമല്ല റെനീറയ്ക്ക് അവിടെയുള്ള വേലക്കാരെ എല്ലാം കംപ്ലീറ്റ്ലി വിശ്വാസമില്ല. കാരണം അവരെല്ലാം ഗ്രീൻസിന്റെ കൂടെ നിന്നല്ലേ, അവരേൽ ഉറ്റുകാരുണ്ടോ ഇല്ലേ എന്ന് പറയാൻ പറ്റില്ല. സോ ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ റെനീറയെ പരട്ടുന്നുണ്ട്. പിന്നെ അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ലോർഡ് കോർലിസ് വെലേരിയൻ പുള്ളിയുടെ ബാസ്റ്റേഡ് സൺസ് ആയിട്ടുള്ള ആലൻ ഓഫ് ഹള്ളും ആഡം ഓഫ് ഹള്ളിനെയും റെനീറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതാണ്. അവരൊരു ഡിന്നർ കഴിക്കുന്ന പോലെയാണ് കാണുന്നത്. പുറത്തെ ലൈറ്റിങ് കണ്ടിട്ട് നൈറ്റ് ആണെന്നാണ് തോന്നുന്നത്. സോ നമുക്ക് ഡിന്നർ കഴിക്കുക എന്ന് തന്നെ വിചാരിക്കാം. ആൻഡ് ഈ സീനിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ കുറച്ച് സീൻസ് ഉണ്ട്. സോ അത് മാത്രമല്ല, ഈ സീനിൽ വേറെയും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സോ ഇതിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അടുത്ത സീൻസ് വരുമ്പോൾ ഞാൻ അതിൽ പറയാം. അത് കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ ഈ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ റെനീറ നടന്നു പോകുമ്പോൾ ബെയിലയെ കണ്ടുമുട്ടുന്നുണ്ട്. ആൻഡ് ബെയിലയെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ നടന്നു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. മേ ബി ഫസ്റ്റ് എപ്പിസോഡിൽ ജെസേരിയസ് മരിച്ചിട്ടുണ്ടല്ലോ, അന്ന് ജെസേരിയസിന്റെ കൂടെ ബാറ്റിൽ ഓഫ് ഗള്ളറിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് ബെയിലയായിരുന്നു. മേ ബി ജെസേരിയസിനെ സ്റ്റോപ്പ് ചെയ്യാതെ ജെസേരിയസിന്റെ കൂടെ പോയത് കൊണ്ടായിരിക്കാം, ആ ഒരു ക്രീവ് ആയിരിക്കാം ഈ സീനിൽ ബെയിലയെ മൈൻഡ് ചെയ്യാതെ പോയതെന്ന് തോന്നുന്നു. അല്ലാതെ വേറെ റീസൺ ഒന്നും കാണുന്നില്ല. അതുപോലെ തന്നെ നേരത്തെ സീനുകളിൽ പറയാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോകാന്ന് വിചാരിക്കുകയാണ്. അതായത് റെനീറയും ഇപ്പോഴത്തെ കൗൺസിലുമായിട്ടുള്ള സംസാരിക്കുന്ന ഒരു സീനിൽ, റെനീറയുടെ കൗൺസിലിനെ പരിചയപ്പെടുത്തിയ ഒരു സീനിൽ അവർ പറയുന്ന വേറെ കാര്യങ്ങളുണ്ട്. എയ്മണിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അന്നേരം ലോർഡ് കോർലിസ് പറയുന്നുണ്ട് എയ്മൺ ഹാരൻ ഹെല്ലിലേക്ക് പോയി, ഹാരൻ ഹെല്ല് മൊത്തം കത്തിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അവിടെയുള്ള ആളുകളെ കൊന്നു കളഞ്ഞു എന്ന് പറയുമ്പോൾ ഡെയ്മന്റെ മുഖത്തൊരു സങ്കടം തോന്നുന്നുണ്ട്. ഞാൻ ഡെയ്മൺ അന്നേരം അവിടെ ഉണ്ടായിരുന്ന വിച്ചിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. സോ അതിനെ കുറിച്ചിട്ടൊന്നും ഒരു അറിവില്ലെന്ന് മേസ്റ്റർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സെയിം സീനിൽ തന്നെ റെനീറ ഷീപ്പ് സ്റ്റീലറിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ആ ഷീപ്പ് സ്റ്റീലറിനെ ആരാ റൈഡ് ചെയ്തെന്ന് അവർക്ക് ഇപ്പോഴും അറിയില്ല. അവർ വിചാരിക്കുന്നത് ഗ്രീൻ സൈഡിൽ ആരോ ആണെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. സോ അതിനെക്കുറിച്ചും അന്വേഷിക്കണം എന്ന് പറയുന്നുണ്ട്. ഈ ഷീപ്പ് സ്റ്റീലറിനെ കുറിച്ച് അന്വേഷിക്കാൻ പറയുന്നത് വേറൊരു സീനിലും അതേപോലെ ഡെയ്മിനോട് പറയുന്നുണ്ട് വെയിലിലേക്ക് പോകണം. സോ വെയിലിൽ പോയിട്ട് ഷീപ്പ് സ്റ്റീലറിനെ ആരാണ് ക്ലെയിം ചെയ്തതെന്ന് നോക്കണം. കാരണം ഷീപ്പ് സ്റ്റീലർ ഉണ്ടായിരുന്ന വെയിലാണല്ലോ.
മിക്കവാറും അടുത്ത എപ്പിസോഡുകളിലായിട്ട് ഡെയ്മൺ വെയിലിലേക്ക് പോവുമായിരിക്കും. റെയിനെയാണ് ഷീപ്പ് സ്റ്റീലറിനെ ക്ലെയിം ചെയ്തതെന്നും റെയിനെയാണ് ഷീപ്പ് സ്റ്റീലറിനെ കൊണ്ട് ബാറ്റിൽ ഓഫ് ഗളയിലേക്ക് വന്നതെന്നും അറിയുമ്പം ഉണ്ടാവുന്ന സംഭവങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല. അവരെങ്ങനെയാണ് അത് ഫുൾ ഓഫ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല. നമുക്ക് കാത്തിരിക്കാം. പിന്നെ ആലിസന്റും റെനിയറയും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആലിസന്റ് പറയുന്നുണ്ട് സൺഫയർ ഇസ് ഡെഡ് എന്ന്. ആൻഡ് ബെയിലിയും കൺഫേം ചെയ്തതായിട്ട് ഡെയ്മും പറയുന്നുണ്ട്. അതായത് ഈഗോന്റെ ഡ്രാഗൺ ആൻഡ് സൺഫയർ ബാറ്റിൽ ഓഫ് റൂക്രസ്റ്റ് ഇല്ലേ, അവിടെ വെച്ചിട്ടാണല്ലോ സൺഫയറിനും ഈഗോണിനും ഇഞ്ചുറി ആവുന്നത്. അവിടെ വെച്ചിട്ട് സൺഫയർ മരിച്ചിട്ടുണ്ടെന്ന് ഡെയ്മണും ബെയില പറഞ്ഞെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതിൽ എന്റെ ഒരു ഡൗട്ട് എന്താ വെച്ചാൽ, നമ്മള് ഗെയിം ഓഫ് ത്രോൺസിന്റെ അകത്ത് നമ്മൾ കണ്ടതാണ്, ജോഫ്രി മാർഗറിനോട് പറയുന്നുണ്ട് റെനിയർ ടാർഗേരിയൻ വാസ് കിൽഡ് ബൈ ഹെർ ഹാഫ് ബ്രദർ ഈഗോൺ ആൻഡ് ഹിസ് ഡ്രാഗൺ ഹേറ്റർ. സോ ഈഗോന്റെ ഡ്രാഗൺ ആണ് റെനിയറെ കൊന്നതായിട്ട് ജോഫ്രി ഗെയിം ഓഫ് ത്രോൺസിൽ പറയുന്നുണ്ട്. ആ ഈഗോന്റെ ഡ്രാഗൺ ആണ് സൺഫയർ മരിച്ചതായിട്ട് ഈ എപ്പിസോഡിൽ പറയുന്നത്. അതുപോലെ തന്നെ ബുക്കിലെ കഥ എടുത്ത് നോക്കിയാൽ ബുക്കിലും റെനിയറ മരിക്കുന്നത് ഈഗോന്റെ ഡ്രാഗൺ ആയിട്ടുള്ള സൺഫയർ റെനിയറയെ തിന്നിട്ടാണ് മരിക്കുന്നത്. സോ ഇതെങ്ങനെ മാച്ച് ആവുമെന്ന് എനിക്ക് അറിയില്ല. സോ ഇത് ഭയങ്കര ഓടായിട്ട് എനിക്ക് തോന്നി. മേ ബി വരുന്ന എപ്പിസോഡുകളിൽ ഇതിനുള്ള ഒരു ഉത്തരം ഉണ്ടാവും എന്ന് വിചാരിക്കാം. പിന്നെ അടുത്ത വരുന്ന സീനിൽ റെനിയറ കിടന്നുറങ്ങാൻ നോക്കുമ്പോൾ ഞാൻ പറ്റാതെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആയിട്ട് എഴുന്നേറ്റ് പോയി ഡെയ്മന്റെ കൂടെ പോയി കിടന്ന് ഉറങ്ങുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സോ ആദ്യം ഈ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഓക്കെ, മേ ബി റെനീറ അവിടെ എത്തിയപ്പം അവിടെ അഭിമുഖീകരിച്ച പ്രശ്നങ്ങളുണ്ടല്ലോ, സെറ്റിലിംഗ് ദ റിയാലിറ്റി. അതായത് ഓൾറെഡി ഗോൾഡ് കാണാനില്ല, റാറ്റ്സിന്റെ പ്രോബ്ലം, ഒരുപാട് ചുമതലകള് തലയിലേക്ക് വന്നു കയറിയതിന്റെ പ്രശ്നങ്ങൾ. സോ അതുകൊണ്ടായിരിക്കും ഉറക്കമില്ലാത്തതെന്നാണ് വിചാരിച്ചത്. പിന്നെയാണ് മനസ്സിലായത് മേ ബി അതുകൊണ്ടായിരിക്കില്ല. കാരണം റെനീറയുടെ ഓപ്പണിംഗ് സീനിൽ പറയുന്നുണ്ട് എയർ ഈസ് തിക് വിത്ത് ഗോസ് എന്ന് പറയുന്നുണ്ട്. അതായത് വിസേരിയസിന്റെ റൂമിലാണ് റെയ്ന ഇപ്പൊ കിടക്കുന്നത്. റെയ്ന ലാസ്റ്റ് വിസേരിയസിനെ അവിടെ കാണുന്നത്, വിസേരിയസ് മരിക്കാൻ കിടക്കുമ്പോഴാണ് കാണുന്നത്. ഡേമണും റെനീറയും കൂടി വിസേരിയസിനെ ഒന്ന് മീറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. സോ അതിനുശേഷം റെനീറ ഇപ്പോഴാണ് ആ റൂം കിടക്കുന്നത്. മേ ബി ആ മെമ്മറീസ് ആയിരിക്കും ഡിസ്റ്റർബ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഈ എപ്പിസോഡിൽ തന്നെ വേറൊരു സീനിനകത്ത് ഈ സെയിം കാര്യം റെനീറ മിസേറിയനോട് പറയുമ്പോൾ മിസേറിയ പറയുന്നുണ്ട് മേ ബി സ്ഥലം മാറി കിടന്നുകൊണ്ടായിരിക്കും, ബ്ലാങ്കറ്റ് മാറി യൂസ് ചെയ്തുകൊണ്ടതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി അടുത്ത സീനിലായിട്ട് കാണിക്കുന്നത് റെനീറ കിങ്സ് ലാൻഡിങ്ങിലെ ഭരണം ഏറ്റെടുത്തതിനു ശേഷം അവിടുത്തെ ആളുകളെ കണ്ടിട്ട് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കണമല്ലോ. അതിൽ ആളുകൾ പല പല പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ അതിലൊരു ലേഡി വന്നിട്ട് പറയുന്നുണ്ട് ഈ ഗള്ളറ്റ് ബ്ലോക്ക് ചെയ്തിരുന്ന സമയത്ത് നാട്ടിലുണ്ടായിരുന്ന റിസോഴ്സസ് മൊത്തം കാശുള്ളവർ എല്ലാം വാങ്ങി അവരുടെ സ്റ്റോർ റൂമിൽ വെച്ചിരിക്കുകയാണ്. താഴെത്തട്ടിലിരിക്കുന്നവരുടെ കയ്യിലൊന്നുമില്ല. സോ താഴെ ഇരിക്കുന്നവരാണ് സ്ട്രഗിൾ ചെയ്യുന്നത്. സോ അതിനെന്തെങ്കിലും വഴി ഉണ്ടാക്കി തരണമെന്ന് റെനീറയോട് പറയുന്നുണ്ട്. അത് മാത്രമല്ല റെനീറ ഈ സമയത്ത് മെൻസ്ട്രൽ ക്രാംപ്സ് വന്നിട്ട് അതിന്റെ ഡിസ്റ്റർബൻസിൽ ഇരിക്കുന്നതായിട്ടാണ് ഈ സീനും ഇതിനോട് തുടർന്നുള്ള സീനുകളിലൊക്കെ ആയിട്ട് കാണിക്കുന്നത്. ഇനി അടുത്ത സീനിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ എപ്പിസോഡിൽ ഞാൻ മെയിൻലി നോട്ടീസ് ചെയ്തൊരു കാര്യമാണ് റെനീറയുടെ കൂടെ നിൽക്കുന്ന മോസ്റ്റ് ആളുകളെയും വെറുപ്പിക്കുന്നുണ്ട്. നമ്മൾ മുമ്പ് സീൻസ് എക്സ്പ്ലെയിൻ ചെയ്തതിൽ ഒരു സീനിൽ ലോർഡ് കോർലിസും അദ്ദേഹത്തിന്റെ ബാസ്റ്റേഴ്സും റെനീറയുടെ കൂടെ ഡിന്നർ കഴിക്കുന്ന സീനിനെ കുറിച്ച് പറഞ്ഞു. ആ സീനിന്റെ അകത്ത് റെനീറയോട് പറയുന്നുണ്ട് അലൻ ഓഫ് ഹള്ളും ആഡം ഓഫ് ഹള്ളും ലോർഡ് കോർലിസിന്റെ ബാസ്റ്റേഴ്സ് ആണ്. ആൻഡ് ലോർഡ് കോർലിസിന് അവരെ ഇനി വെലേറിയൻസ് ആയിട്ട് പ്രഖ്യാപിക്കണമെന്നുണ്ട്. അതിന് റെനീറ അന്നേരം ഒന്നും പറയുന്നില്ല. അത് മാത്രമല്ല ഈ 3 ഡ്രാഗൺ സീഡ്സിനെ നൈറ്റ്സ് ആയിട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഉൾഫ് വൈറ്റ് ആയിട്ടും അതേപോലെ തന്നെ ഹ്യൂവിനെ ഹാമർ ആയിട്ടും ആഡം ഓഫ് ഹള്ളിനെ ആഡം ഓഫ് ഹൾ എന്നാണ് പറയുന്നത്. ആഡം ഓഫ് വെള്ളാരിയൻ എന്ന് പറയുന്നതിന് പകരം ആഡം ഓഫ് ഹൾ എന്നാണ് പറയുന്നത്. സോ ഇതിനെ കുറിച്ചിട്ട് ലോർഡ് കോർലിസും റെനീറയും തമ്മിൽ ഒരു വാക്ക് തർക്കം ഉണ്ടാവുന്നുണ്ട്. ലോർഡ് കോർലിസ് പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തിട്ട് എന്റെ എല്ലാം നശിച്ചിട്ടുണ്ട്, എന്റെ ഭാര്യ മരിച്ചത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യുദ്ധത്തിലാണ്, എന്റെ ഹൗസ് നശിച്ചത് നിങ്ങൾക്ക് വേണ്ടിയുള്ള യുദ്ധത്തിലാണ്. ഞാൻ ആകെ തിരിച്ചു ചോദിച്ചിട്ടുള്ള ഒരു കാര്യം എന്റെ 2 ബാസ്റ്റേർഡ് മക്കളെ അംഗീകരിക്കണം എന്നാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ റെനീറ പറയുന്നുണ്ട് അവരെ ഇപ്പം വെലാറിയൻസ് ആയി പ്രഖ്യാപിച്ചു കഴിഞ്ഞാല് റെനീറയുടെ അടുത്ത അവകാശിയായിട്ടുള്ളത് ജോഫ്രി വെലാറിയൻ ആണ്. ജോഫ്രി വെലാറിയൻ ബ്ലാക്ക് ഹെയർഡ് ആണ്. ജോഫ്രി വെലാറിയനും ബാസ്റ്റേർഡ് ആണെന്ന് ആളുകൾ പറയാൻ തുടങ്ങും. സോ അതിപ്പോ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ലോർഡ് കോർലിസ് പറയുന്നുണ്ട് ലുസേരിയസ് വെലാറിയൻ ബാസ്റ്റേർഡ് ആയിട്ടും അടുത്ത ഹെയർ ആയിട്ട് പ്രഖ്യാപിച്ചതല്ലേ, എന്തുകൊണ്ട് ഇപ്പൊ അത് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലുസേരിയസ് ഇവരെല്ലാം ബാസ്റ്റേർഡ്സ് ആയിട്ടാണ് ജീവിച്ചതും മരിച്ചതെന്ന് പറയുന്നുണ്ട്. ഇതിൽ റെനീറ ആകെ ഷോക്ക് ആവുന്നുണ്ട്. പക്ഷെ അവിടുത്തെ പിന്നെ എന്ത് സംഭവിക്കുന്നതെന്ന് അതിനെതിരെ ഒരു റെസ്പോൺസ് കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നില്ല. ഈ സെയിം സംഭവം മുമ്പത്തെ സീസണിൽ ലോർഡ് കോർലിസിന്റെ
കസിൻ പറയുമ്പോൾ അന്ന് ഡേമൺ അദ്ദേഹത്തിന്റെ തല വെട്ടിക്കളയാണ് ചെയ്യുന്നത്. സോ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ലോർഡ് കോർലിസിനെ വെറുപ്പിച്ചു. അതേപോലെ തന്നെയാണ് ഈ നൈറ്റ്സിനെ അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഉൾഫിനോട് ഫസ്റ്റ് ചോദിക്കും ഉൾഫിന്റെ സെക്കൻഡ് നെയിം എന്തായിട്ടാണ് പറയേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഉൾഫ് പറയുന്നത് ഉൾഫ് ടാർഗേറിയൻ എന്നാണ് പറയുന്നത്. പക്ഷെ റെനീറ പറയും അത് പറ്റില്ല എന്ന് പറയുമ്പോൾ ഉൾഫ് ഓക്കെ ഉൾഫ് വൈറ്റ് എന്ന് പറയും. ഉൾഫ് മുമ്പ് തന്നെ ഒരു കാസിൽ സ്വന്തമായിട്ട് വേണം എന്നൊക്കെ ആഗ്രഹം പറയുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഉൾഫിന് ടർഗേറിയനായി അറിയപ്പെടാൻ ആഗ്രഹമുണ്ട്. ലിറ്ററലി പറഞ്ഞാൽ ഉൾഫ് ഡേമന്റെ ഒരു ഹാഫ് ബ്രദർ ആയിട്ട് വരും, ഒരു ബാസ്റ്റർ ആണെങ്കിൽ കൂടി. അതുപോലെ തന്നെ ബുക്കിലേക്ക് വരുമ്പോൾ റെനിയറയെ ബിട്രേ ചെയ്യുന്ന രണ്ട് ഡ്രാഗൺ സീഡ്സ് ഉൾഫ് വൈറ്റും ഹ്യൂ ഹാമറുമാണ്. മിക്കവാറും ഉൾഫ് വൈറ്റ് ബിട്രേ ചെയ്യാനുള്ള ഒരു കാരണം ഇത് തന്നെയായിരിക്കും. വൈറ്റ് വിചാരിക്കുന്ന ഒരു അംഗീകാരം കിട്ടുന്നില്ല, ഒരു കാസിൽ ആഗ്രഹിച്ചിട്ടാണ് ഡ്രാഗനെ ക്ലെയിം ചെയ്യാൻ പോയത്, പക്ഷെ നൈറ്റ് മാത്രമായിട്ടാണ് ആക്കിയത്. സോ മേ ബി ഇത് കാരണം ബുക്കിലുള്ളതുപോലെ തന്നെ ഉൾഫ് വൈറ്റ് റെനിയറെ ബിട്രേ ചെയ്യാനുള്ള ചാൻസ് നമ്മൾ വരും. വരുന്ന എപ്പിസോഡിൽ ചിലപ്പോൾ അങ്ങനെ കണ്ടെന്ന് വരാം. അതേപോലെ തന്നെ ഹ്യൂ ഹാമറിന്റെ കേസിൽ ഹ്യൂ ഹാമർ ഒരു സീനില് റെനിയറോട് ചോദിക്കുന്നുണ്ട് ഞാൻ ചെയ്ത സർവീസ് ഞാൻ എന്താണ് തിരിച്ച് എക്സ്പെക്ട് ചെയ്യേണ്ടത് ചോദിക്കുമ്പോൾ റെനിയറ ഹ്യൂ ഹാമറിന് ഒരു വീടും സെറ്റിൽ ആവാനുള്ള പണം എല്ലാം കൊടുക്കാന്ന് പറയുന്നുണ്ട്, പക്ഷെ കുറച്ച് സമയം വേണമെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഹ്യൂ ഹാമർ ബിട്രേ ചെയ്യാനുള്ള കാര്യം നമുക്ക് ലാസ്റ്റിലേക്ക് പറയാം. ഇതുവരെ വന്ന സീസണുകളിലെല്ലാം ഹ്യൂ ഹാമർ ഭയങ്കര സ്ട്രോങ് ആയിട്ടും ഭയങ്കര റെനിയറോട് ലോയൽ ആയിട്ടൊക്കെയാണ് കാണുന്നത്. പക്ഷെ എപ്പിസോഡിന്റെ എൻഡിങ്ങിലേക്ക് ഹ്യൂ ഹാമർ ബിട്രേ ചെയ്യാനുള്ള റീസൺസ് ചെറുതായിട്ട് പൊങ്ങി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ഞാൻ ഈ വീഡിയോന്റെ എൻഡിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ ഈ എപ്പിസോഡിൽ ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്, നേരത്തെ സീനുകളിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതിൽ റെനിയർ അവിടുത്തെ ആളുകളുടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കാനിരിക്കുന്ന ഒരു സീനിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അതിന്റെ അകത്ത് ഒരു ലേഡി വന്നിട്ട് പറയുന്നുണ്ട് റിസോഴ്സസ് മൊത്തം റിച്ച് ഹൗസുകാരുടെ കയ്യിലാണുള്ളതെന്ന്. സോ അതിനൊരു പ്രതിവിധി എന്നാണ് റെനിയർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കിങ്സ് ലാൻഡിങ്ങിലുള്ള റിച്ച് ഹൗസസിനെ മൊത്തം ഒരു ഡിന്നറിന് ക്ഷണിക്കും. ആൻഡ് അവിടുന്ന് അവർക്കെല്ലാം എലിനെ ഫ്രൈ ചെയ്ത് കൊടുക്കും. എന്നിട്ട് അവരോട് പറയും നിങ്ങൾ ഇവിടെ ഇപ്പം ഈ ഡിന്നറിന് ഇരിക്കുന്ന സമയത്ത് എൻ്റെ ആർമി അല്ലെങ്കിൽ ഗോൾഡ് ക്ലോക്സ് നിങ്ങളുടെ വീടുകളിലൊക്കെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സ്റ്റോർ ചെയ്തിരിക്കുന്ന എക്സ്ട്രാ സപ്ലൈസ് മൊത്തം ഇവിടുത്തെ പാവങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോവുകയാണെന്ന രീതിയിൽ അവിടുത്തെ റിച്ച് ഹൗസസിനെയും റെനിയറ ഈ എപ്പിസോഡിൽ വേർപ്പിക്കുന്നുണ്ട്. ആൻഡ് നേരത്തെ പറഞ്ഞല്ലോ റെനിയറയ്ക്ക് കോർഡിനേഷൻ ചെയ്യാനൊരു അവസരം കിട്ടിയിട്ടില്ല. സോ ആളുകളുടെ മുന്നിൽ ഈ ഒരു റൂൾസ് ഏറ്റെടുത്തൊരു പ്രഖ്യാപനം പ്രോപ്പറായിട്ട് ഉണ്ടായില്ല. സോ അതിനുള്ളൊരു വഴിയായിട്ട് റെനിയറ ഈ റിസോഴ്സസ് ആളുകളിലേക്ക് സപ്ലൈ ചെയ്യുന്ന സിറ്റുവേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഈ റിച്ച് ഹൗസസ് പിടിച്ചെടുത്ത സപ്ലൈസ് മൊത്തം അവിടെ ഉണ്ടായിരുന്ന സാധാ ജനങ്ങൾക്ക് റെനിയറ നേരിട്ട് നിന്ന് സപ്ലൈ ചെയ്യുന്നുണ്ട്. ആൻഡ് റെനിയറ അവരോട് പ്രോമിസ് ചെയ്യുന്നുണ്ട് റെനിയറയുടെ ഫാദറിനെ പോലെ തന്നെ ഒരു മേഴ്സിയുള്ള ഭരണാധികാരി ആയിരിക്കും റെനിയറ എന്ന് അവിടുന്ന് പ്രോമിസ് ചെയ്യുന്നുണ്ട്. സോ റിച്ച് ഹൗസിനെ വെറുപ്പിച്ചിട്ടാണെങ്കിൽ കൂടി റെനിയറയുടെ ഒരു ആഗ്രഹം അവിടെ തീർക്കുന്നുണ്ട്. ആളുകളുടെ മുന്നിൽ ഒരു ഭരണാധികാരിയാണെന്ന് തെളിയിക്കുന്ന ഒരു സിറ്റുവേഷൻ റെനിയറ ഉണ്ടാക്കിയിട്ടുണ്ട്. ക്ലൈമാക്സ് സീനിലേക്ക് എത്തുന്നതിന് മുമ്പ് റെനിയറ ആലിസനോട് പറയുന്നുണ്ട് നിന്റെ മകനായ ഡേറൻ ടാർഗേറിയനെ ഇവിടെ ഞാൻ 2 ദിവസം മുന്നേ ഇവിടെ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ആൻഡ് അവനെ നോർത്തിലെ വാളിലെ നൈറ്റ് സ്വാച്ചിലേക്ക് അയക്കാൻ പോവാണ് എന്ന് പറയുമ്പോൾ ആലിസൺ പറയുന്നുണ്ട് ലാസ്റ്റ് 5 വർഷത്തിൽ ഞാൻ എൻ്റെ മകനെ ആകെ കണ്ടതൊരു തവണയാണ്. സോ എൻ്റെ മകന്റെ ബിഹേവിയർ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. റെനിയറ പറയും ഓക്കെ എന്തായാലും മകനെ ഒന്ന് കണ്ടോ എന്ന് പറയും. അങ്ങനെ റെനിയറ എന്ത് ചെയ്യും ഡേറൻ ടാർഗേറിയനോട് പറയുന്നുണ്ട് ഇതേപോലെ നിന്നെ നൈറ്റ് വാച്ചിലേക്ക് അയക്കാൻ പോവാണ് എന്ന് പറയും. അതുപോലെ തന്നെ നിന്റെ അമ്മ ഇവിടെ ഉണ്ട്, അമ്മേനെ ഒന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് ആലിസനെ അങ്ങോട്ട് വിളിക്കുമ്പോഴാണ് മെയിൻ ട്വിസ്റ്റ് നടക്കുന്നത്. ആലിസന്റെ അങ്ങോട്ട് വരുമ്പം തന്നെ ഫേസ് എക്സ്പ്രഷൻ നമുക്ക് കാണാൻ പറ്റും. ആലിസന്റെ ഭയങ്കര സർപ്രൈസിങ് ആയിട്ടാണ് അങ്ങോട്ട് വരുന്നത്. ഇതെന്റെ മോഹൻ അല്ലല്ലോ എന്നുള്ള ഒരു ഫേസ് എക്സ്പ്രഷൻ കൂടിയാണ് ആലിസന്റെ അങ്ങോട്ട് വരുന്നത്. ആൻഡ് അപ്പോഴാണ് ആ കാര്യം റിവീൽ ആവുന്നത്. ആക്ച്വലി അത് ഡേറൻ ടാർഗേറിയൻ അല്ല, ആലിസന്റെ കസിൻ ആയിട്ടുള്ള ഓർമണ്ട് ആയിട്ട് അവർ ഡേമനെ പറ്റിച്ചതാണ്. അത് അവിടെ സാധാരണ വില്ലേജിലുള്ള ഒരു കുട്ടിയുടെ മുടി ഡൈ ചെയ്തിട്ട് ഡേറൻ ടാർഗേറിയൻ ആണെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് അയച്ചതാണ്. ആൻഡ് നമ്മള് കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് ഡേറൻ ടാർഗേറിയന്റെ ഒരു സ്നീക് പീക്ക് കണ്ടിട്ടുണ്ട്. ഓർമണ്ട് ഹൈടവറിനെ കാണിക്കുമ്പം ഓർമണ്ട് ഹൈടവറിന്റെ അടുത്തുള്ളൊരു പയ്യനുണ്ട്. ആ പയ്യൻ ഏകദേശം ഒരു റെഡിഷ് ബ്രൗൺ മുടിയാണ്. ആലിസന്റെ അതേ കളർ മുടിയാണ്. മേ ബി അതായിരിക്കും ഡേറൻ ടാർഗേറിയൻ എന്നാണ് തോന്നുന്നത്. പിന്നെ അടുത്ത സീനിലായിട്ട് റെനിയറ നടന്നു പോകുമ്പോൾ ഗാർഡ് വന്നിട്ട് റെനിയറോട് പറയുന്നുണ്ട് ഒരു ഡ്രാഗൺ കീപ്പർ ഗേറ്റിൽ വന്നിട്ട് കാണണം എന്ന് പറയുന്നുണ്ടെന്ന്. റെനിയറ അവിടേക്ക് പോയി നോക്കുമ്പോൾ കാണുന്നത് ഭയങ്കര ഇഞ്ചുറി ആയിട്ടുള്ള ഡ്രാഗൺ കീപ്പറാണ്. അയാൾ ടെമ്പിൾട്ടൺ എന്നാണ് വന്നിരിക്കുന്നത്. ടെമ്പിൾട്ടൺ എന്ന് പറഞ്ഞാൽ കിങ്സ് ലാൻഡിങ്ങിന്റെ അടുത്തുള്ള ഒരു ടൗൺ ആണ്. ആ ഡ്രാഗൺ കീപ്പർ പറയുന്നത് വെച്ചാൽ ആ ടൗണ് ഓർമണ്ട് ഹൈടവറും അദ്ദേഹത്തിന്റെ ആർമിയും അവർ അവിടെ പിടിച്ചടക്കിയിട്ടുണ്ട്. അവരുടെ കൂടെ തന്നെ
ടെസേറിയൻ എന്ന് പറഞ്ഞ ഡ്രാഗണും. ഇതാണ് ഈ ഫസ്റ്റ് സീനിന്റെ കണ്ടിന്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞത്. ഫസ്റ്റ് സീനിൽ നമ്മൾ കാണുന്നതാണ് ഓർമണ്ട് ഹൈറ്റവർ റെനീറയുടെ റോയാലിറ്റി പ്രഖ്യാപിച്ചിട്ട് തിരിച്ച് അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകുമെന്ന് പറഞ്ഞ് പോയ ആളാണ്. പക്ഷെ അവര് പോകുന്ന വഴിക്ക് ടംബിൾട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള ടൗണിൽ കയറിയിട്ടുണ്ട്. സോ ഓർമണ്ട് ഹൈറ്റവർ എന്തൊക്കെയോ പ്ലാൻ പ്ലോട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഹാമർ ബിട്രേ ചെയ്യാനുള്ള ഒരു കാരണം അല്ലെങ്കിൽ അതിനുള്ള ഒരു ലീഡ് ഈ എപ്പിസോഡിൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഈ ലാസ്റ്റ് സീനിൽ റിവീൽ ആയത്. അതായത് ടംബിൾട്ടൺ എന്ന് പറഞ്ഞ സിറ്റിയിലാണ് ഇപ്പൊ ഓർമണ്ട് ഹൈറ്റവർ അദ്ദേഹത്തിന്റെ ആർമിയും കയറിയിരിക്കുന്നത്. ഇതേ ടംബിൾട്ടൺ എന്ന് പറഞ്ഞ സിറ്റിയിലാണ് ഹ്യൂഹാമറിന്റെ വൈഫും ഫാമിലിയും അങ്ങോട്ടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. സോ അത് ഹ്യൂഹാമർ ഈ എപ്പിസോഡിൽ ഒരു സീനിൽ പറയുന്നുണ്ട്. അപ്പം റെനീറ ഓർമണ്ട് ഹൈറ്റവറിനെ കയറി അറ്റാക്ക് ചെയ്യാൻ ആണ് പ്ലാനെങ്കിൽ ആ ടൗൺ മൊത്തം കത്തിക്കേണ്ടി വരും. ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ച് റെനീറ അങ്ങനെ ചെയ്യില്ല. കാരണം റെനീറ ഒരു മെർസിയുള്ള റൂളർ ആയിരിക്കും എന്നൊക്കെ ജനങ്ങളോട് പ്രഖ്യാപിച്ച ആളാണ്. പക്ഷെ ഈ എപ്പിസോഡിന്റെ എൻഡിങ്ങിൽ കാണിക്കുന്ന വിഷ്വൽ എന്ന് പറഞ്ഞാല് ഈ ഗ്രീൻ സിറ്റ് ഫ്ലാഗ്സും കേർട്ടൺസും ഒക്കെ ആ കൊട്ടാരത്തിൽ നിന്ന് പൊളിച്ചു മാറ്റിയിട്ട് അതെല്ലാം കൂടെ അവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഈ ഇൻസിഡന്റ് നടക്കുമ്പോൾ, അതായത് റെനീറയോട് ഡ്രാഗൺ കീപ്പർ വന്ന് പറയുന്നുണ്ടല്ലോ ടംബിൾട്ടൺ ഓർമണ്ട് ഹൈറ്റവർ ഹൈജാക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്ന സീനില് ഗ്രീൻസിന്റെ ആ ഫ്ലാഗ്സും കേർട്ടൻസും മൊത്തം തീയിടുന്നു. സോ മേ ബി അതൊരു ഹിന്റ് ആയിരിക്കാം. റെനീറ ആ ടൗൺ മൊത്തം കത്തിക്കാൻ മതി. അങ്ങനെ കത്തിക്കുകയാണെങ്കിൽ അവിടെ ഉള്ള ഹ്യൂഹാമറിന്റെ ഫാമിലി മരിച്ചു പോവുകയാണെങ്കിൽ ഹ്യൂഹാമർ ബിട്രേ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ബുക്കിലുള്ള പോലെ തന്നെ ഹ്യൂഹാമർ വുൾഫ് ഫൈറ്റും ഇങ്ങനെയാണ് ബിട്രേ ചെയ്ത് പോവുകയാണെങ്കിൽ റെനീറയുടെ ടീമിലെ തന്നെ ഏറ്റവും വലിയ ഡ്രാഗൺ ഇരിക്കുന്നത് ഹ്യൂഹാമറിന്റെ കയ്യിലാണ്. അതുപോലെ തന്നെ സിൽവർ വിങ്ങും വലിയ ഡ്രാഗൺ. സോ ഈ ഹ്യൂഹാമറും വുൾഫ് ഫൈറ്റും റെനീറക്കെതിരെ തിരിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് കണ്ട് തന്നെ നമുക്ക് അറിയാം. ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിലുള്ളതും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയതും. ഇതിൽ കുറെ കാര്യങ്ങൾ ഞാൻ സെർച്ച് ചെയ്ത് കണ്ടെത്തിയതാണ്. സോ ഹോപ്പ് യു ഗൈസ് ലൈക്ക് മൈ വീഡിയോ. ലെറ്റ്സ് സീ ഓൺ അനദർ വീഡിയോ. ബൈ.